ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പറമ്പിൽ കുറച്ച് അമ്പഴങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിത് പൊട്ടിക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു. നമുക്ക് കാണാൻ തന്നെ നല്ല സന്തോഷമാണല്ലേ ഇത് നിൽക്കണ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഇനി പൊട്ടിക്കാണ്ടിരുന്നാൽ ഇത് വല്ലാണ്ട് മൂത്ത് പോവും. അപ്പം ഞാൻ ഇതൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്കൊരു അച്ചാറുണ്ടാക്കാം ഇത് വെച്ചിട്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചെറിയ തൈയാണ്, പക്ഷെ നിറയെ അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു തൈയാണ് ഇത്. നമുക്ക് ഒരെണ്ണം ഉണ്ടായാൽ മതി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്പഴങ്ങ അതിലുണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞെട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ അമ്പഴങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അമ്പഴങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അമ്പഴങ്ങ ഒന്ന് വാടി വരണ വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അമ്പഴങ്ങ ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അമ്പഴങ്ങ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ കുറവുണ്ടെങ്കിൽ നല്ലെണ്ണ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചധികം തന്നെ എണ്ണ ഉണ്ടാവുന്നതാണ് നല്ലത്. അച്ചാറാവുമ്പോൾ കുറച്ചധികം തന്നെ നല്ലെണ്ണ നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി. ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരാനായിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളവും വിനീഗറും ഒക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അമ്പഴങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അമ്പഴങ്ങയിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.